ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് ദശാംശത്തെക്കുറിച്ചുള്ള ഒരു വിവരണം അദ്ദേഹം എനിക്ക് അയച്ചു തരികയുണ്ടായി. ഞാനത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയപ്പോൾ അതിനകത്ത് വളരെ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷെ വേറെ ആരോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടല്ലേ, ഒരു കാര്യമല്ലേ, അപ്പോൾ അത് അവരോട് ചോദിക്കാതെ ചെയ്യാൻ കഴിയില്ലല്ലോ. എനിക്ക് അയച്ചു തന്ന സഹോദരൻ ഞാനും തമ്മിൽ വളരെ നല്ല ദൈവകൃപയിലെ സ്നേഹത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും സുവിശേഷത്തിൻ്റെ പല കാര്യങ്ങളും പങ്കിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരനാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് എൻ്റെ ഇന്ന് ആ ഇമേജ് പോയി, അതെനിക്ക് ഒന്നുകൂടെ അയച്ചു തന്നെ, ഞാൻ കുറേ പേർക്ക് അത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എനിക്കത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ വല്ല കോപ്പിറൈറ്റ് വല്ലതും ഉണ്ടാവുമെന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങളെ ഞാനാണത് ചെയ്തിരിക്കുന്നത്, ഞാൻ തയ്യാർ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ ഒരു സഹോദരനെ കൊണ്ട് ദൈവം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങള് എന്നെ പരാമർശിക്കൊന്നും വേണ്ട, അങ്ങള് ധൈര്യമായിട്ട് ചെയ്തോളാനായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അതുമായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, കഴിഞ്ഞ 30-ലധികം വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള ചില സത്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുവാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ചില വർഷങ്ങളായിട്ട് പോണ്ടിച്ചേരിയിൽ ഉള്ളതുകൊണ്ട് പോണ്ടിച്ചേരിയിലുള്ള പല സഭകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള സഭാവിശ്വാസികളുടെ പാസ്റ്റർമാർ കാണിക്കുന്ന ചില കാര്യങ്ങൾ വളരെ നേരിട്ട് കാണുകയും വളരെ വിഷമമുണ്ടാക്കുകയും പാസ്റ്റർമാരോട് നേരിട്ട് പറയുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണിക്കിടുന്ന സമയത്ത് ഒരു സഹോദരി യൂറിൻ പാസ് ചെയ്യാൻ പോയതിൻ്റെ പേരിൽ മൈക്കിലൂടെ വളരെ ആ സഹോദരിയെ മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി. ദൈവത്തിന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പൊക്കോളും എന്നെല്ലാം പറഞ്ഞ് വളരെ അവമാനിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഞാൻ പാസ്റ്ററോട് അവിടെ വെച്ച് തന്നെ പരസ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതെല്ലാം തെറ്റാണ്, നിങ്ങൾ ഒരു വിശ്വാസിയെ കാണിക്കയുടെ പേരിൽ അവമാനിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് സോറി പറയുകയുണ്ടായി. അങ്ങനെയുള്ള അനുഭവങ്ങൾ. അന്ന് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ സഭയിലെ ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങളെ, എൻ്റെ അമ്മ, അവർ വിധവയാണ്, ആ സൗരിയുടെ അമ്മ വിധവയാണ്, എൻ്റെ അമ്മ ഒരു വസ്തു വിറ്റപ്പോൾ പാസ്റ്റർക്ക് കൃത്യമായിട്ട് ദശാംശം കൊടുത്തു. അതിനുശേഷം വേറൊരു വസ്തു വാങ്ങിയപ്പോൾ പാസ്റ്ററോട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടായ്മ കൊടുത്തപ്പോൾ പറഞ്ഞു, അത് പോരാ, വസ്തു വിറ്റതിൻ്റെ കൂടി ദശാംശം കൊടുക്കണം, അങ്ങനെയാണ് കൽപ്പന. ഈ വചനം അറിയാത്ത ആളുകളെ ഏത് രീതിയിലെങ്കിലും പിഴിഞ്ഞ് പണം വാങ്ങുന്ന പാസ്റ്റർമാരുടെ ഒരു നിര തന്നെ നമ്മുടെ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കലെ ഒരു വലിയ മിനിസ്ട്രി നടത്തുന്ന ഒരു ദേവദാസന്റെ സഭയിലെ അവരുടെ PA അവരുമായിട്ട് സംസാരിച്ച്, അവരുടെ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയേണ്ടത്, ബ്രദറെ, ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്, നമുക്കിത് ആരോട് പറയാനായിട്ട് പറ്റും? ഞാൻ പറഞ്ഞത്, എന്താണ് അദ്ദേഹം ചെയ്യുന്ന മോശമായ കാര്യം? എറണാകുളത്ത് നടന്ന മീറ്റിങ്ങിൽ വളരെ കഷ്ടപ്പെട്ട് പണം കൊടുത്ത് വയനാട്ടിലുള്ള ഒരു സഹോദരി അവരുടെ മകന്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വന്നു. പാസ്റ്ററെ പേഴ്സണലായിട്ട് കണ്ട് സംസാരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഒരു 35,000 രൂപ TV മിനിസ്ട്രിക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി ഇന്ന ആളെ ചെന്ന് കാണാനായിട്ട് പറഞ്ഞു. സെക്രട്ടറി അടുത്തേക്ക് ഇട്ടു. സെക്രട്ടറിയുടെ സഹോദരി പറഞ്ഞു, എന്നോട് 35,000 രൂപ കൊടുക്കാനാണ് പറഞ്ഞു. എൻ്റെ മോളെ, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, ഞാൻ വല്ല ലോൺ എടുത്ത് കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അയ്യോ, ലോണൊന്നും എടുത്ത് കൊടുക്കണ്ട, എന്നാൽ എൻ്റെ മാല പണയം വെച്ചാലോ എന്ന് ചോദിച്ചു. പാസ്റ്റർക്ക് അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. സിസ്റ്റർ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ആ മാല പണയം വെച്ച് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കേണ്ടായി. ഞാൻ എന്തായാലും പാസ്റ്ററുടെ പേരൊന്നും വെളിപ്പെടുത്താനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, അദ്ദേഹം മനു മേനോൻ. ഞാൻ അദ്ദേഹത്തിന്റെ സഭയിൽ കുറെ നാൾ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ലേലം വിളിക്കുന്നത് കാണുവാനിടയായിട്ട് തീർന്നു. TV മിനിസ്ട്രിക്ക് വേണ്ടി 50,000 കൊടുക്കാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. ആരുമില്ല. 30,000 ആരുമില്ല. 20,000 ആരുമില്ല. 10,000 ആരുമില്ല. 5,000 ചിലരൊക്കെ എഴുന്നേറ്റു. ഇനി 2,000 വെച്ച് കൊടുക്കാൻ എത്ര പേരുണ്ട്? ഇങ്ങനെ ലേലം വിളിച്ച് തങ്ങളെ തന്നെ ഉയർത്തുവാൻ വേണ്ടി പണം വാങ്ങുന്ന ധാരാളം ആളുകൾ. ഞാൻ അവരുടെ ടീം ആളുകളോട് ഞാൻ പറഞ്ഞു, വോളണ്ടിയേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്റ്റർ നേരിട്ട് കാണണം, സംസാരിക്കണം, ഒരു 10 മിനിറ്റ് സമയം തരാനായിട്ട് പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞെങ്കിലും എനിക്ക് സമയം അനുവദിച്ചില്ല. ആ സംസാരം ഉണ്ടായില്ല. കാരണം വചനം അല്പമെങ്കിലും അറിയാവുന്നവരുടെ നേരെ ഇവർ നിൽക്കുകയില്ല. അവർക്ക് നല്ല ഭയമുണ്ട്. അതുപോലെ തന്നെ ശപിക്കും ചില പാസ്റ്റർ. ഒരു പാസ്റ്റർ ശപിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പാസ്റ്റർ പറഞ്ഞു, ശാപം എല്ലാം തിരിച്ചു വരുമെന്ന് പറഞ്ഞേ.
ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു തമിഴ് ചർച്ചിൽ ഒരു സഹോദരൻ എന്നോട് പറയുണ്ടായി, ആ പാസ്റ്ററല്ല, ആ പാസ്റ്ററുടെ ഭാര്യ ശപിക്കും, വചനത്തിലൂടെ ശപിക്കും, പണം കൊടുത്തില്ലെങ്കിൽ ശപിക്കുമെന്ന് പറയുണ്ടായി. കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വരുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ, കഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ ഒരു വികലാംഗയായ ഒരു സഹോദരിയോട് ഞാൻ സുവിശേഷം പറയുണ്ടായി. അപ്പോൾ അങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്ത് സഭയുണ്ടല്ലോ, അവിടെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പോയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ഞാൻ പോകാനായിട്ടിരുന്ന, പക്ഷെ ആ പാസ്റ്റർ പറഞ്ഞു നിന്റെ കാലിന്റെ വികലാംഗത്വം ഞാൻ മാറ്റിത്തരാം, യേശു അത് മാറ്റിത്തരും, പക്ഷെ നീ ഒരു സ്വർണ്ണ കുരിശ് സഭയിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് അത് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണക്കുരിശ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കുരിശ് മേടിച്ചിട്ട് പാസ്റ്റർ പോകുമല്ലാണ്ട് പാസ്റ്റർ കാര്യമുള്ള കൃപാവരമൊന്നും ഇല്ലാന്ന് ഞാൻ അദ്ദേഹത്തോട്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ആ സ്ത്രീയോട് പറയുണ്ടായി. അധിക പേരും ഇവര് നോട്ടമിടുന്നത് സഹോദരിമാരെയാണ്. അവരുടെ ആ ലോല ഹൃദയത്തെ മുതലെടുത്തുകൊണ്ട് കടം വാങ്ങിയും പണയം വെച്ചും ലോൺ എടുത്തും എല്ലാം പൈസ കൊണ്ട് കൊടുക്കുന്ന അനേകർ. അവർ പറയുന്നത് എന്താ, നിങ്ങൾ കൊടുത്താൽ നിങ്ങളെ അനുഗ്രഹിക്കും, കൊടുത്താൽ നിങ്ങളെ അനുഗ്രഹിക്കും, ധാരാളമായി കൊടുക്കുന്നവനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഇങ്ങനെ പറയാനായിട്ടും വിൽക്കാനായിട്ടുള്ളതാണോ സുവിശേഷം? അങ്ങനെയുള്ള ഒരു കാര്യമല്ലല്ലോ സുവിശേഷം. എന്നെ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടു, ബ്രദറെ ഇങ്ങനെ ഒരു ബ്രദറെ തമിഴ് സഹോദരനാണ്, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ നമ്പർ അയച്ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പോൾ ഫോൺ എടുക്കാതായി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ തിരക്കിലാണോ, ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനൊരു ഭയത്തിലാണ് നിൽക്കുന്നത്. എന്താണ് ഭയം? അല്ല എൻ്റെ ഭാര്യയെ ഡെലിവറിക്ക് കയറ്റിയിരിക്കുക. ഓ അങ്ങനെയാണോ, ശരി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, യേശുക്രിസ്തു ഉണ്മயான കടവുളെന്ന് നിനക്ക് ഒരു നമ്പിക്ക ഇരിക്കുതാ? അവൻ താൻ ഉയർത്തെഴുന്ന ഏകദേവൻ എന്നല്ല, അവനോട് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മിണ്ടുന്നില്ല. ശരി, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ യേശുവിനെ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കേണ്ടെന്ന് ഞാൻ അവരോട് പറയുണ്ടായി. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് ഒരു ഡെലിവറൻസ് കിട്ടുമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവൻ യേശുവിന് വേണ്ട അനുഗ്രഹം മതി, അപ്പൊ നമ്മൾ അവനെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ ആ സഹോദരന് വേണ്ടിയും അവന്റെ ഭാര്യയ്ക്ക് ഒരു സുഖപ്രസവം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കാത്തിരുന്നു. ഇവൻ എന്നെ ഞാൻ പറഞ്ഞു, ബ്രദറെ അത് ഒരു അത്ഭുതം നടന്നാൽ ബ്രദർ എന്നെ വിളിക്കണം, എന്നോട് പറയണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ 2 ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി കർത്താവേ എന്റെ പ്രാർത്ഥന കേട്ടില്ല ദൈവമേ, അവൻ യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞ ഒരാളാണ്, പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കുന്ന അവനെ അറിയണമല്ലോ കർത്താവേ എന്നെല്ലാം ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പോൾ എനിക്കൊരു ഓഡിയോ മെസ്സേജ് വന്നു, പാസ്റ്റർ ഞാൻ കുറച്ച് തിരക്കിലായി പോയി, നാട്ടിലേക്ക് വരേണ്ട കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. പാസ്റ്റർ എൻ്റെ കുഞ്ഞ് മറ്റേ പൊക്കിൾക്കൊടിയെല്ലാം ചുറ്റി ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡോക്ടർ പറഞ്ഞു കുറച്ച് പ്രശ്നമാണെന്ന് ഡോക്ടർ പറയുണ്ടായി. ആ സമയത്താണ് ഞാൻ പാസ്റ്റർ വിളിക്കുന്നത്. പാസ്റ്റർ പ്രാർത്ഥന ദൈവം കേട്ടു, കടവുള് ഭയങ്കരമായിട്ട് കരുണ കാണിച്ചു എന്നെല്ലാം പറഞ്ഞ് സുഖപ്രസവം കിട്ടി എന്ന് പറയുകയുണ്ടായി. ഞാൻ പാസ്റ്റർ നേരിൽ വന്ന് കാണും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ പണത്തിന് വേണ്ടി വിൽക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സുവിശേഷം അറിയിക്കുന്ന അനേക ആളുകളുണ്ട് എന്ന് ഉള്ളത് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ചിലരുടെ പണപരമായ കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് വാങ്ങിക്കൊടുത്ത ലക്ഷങ്ങൾ വാങ്ങിക്കൊടുത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു 5 പൈസ പോലും ഞാൻ അവരോട് ചോദിക്കുകയോ, ഏതോ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു ബിസ്ക്കറ്റ് പോലും എനിക്ക് വേണ്ടാമെന്ന് ഞാൻ അവരോട് പറയുന്നുണ്ടായി. നമ്മുടെ കർത്താവ് നമുക്ക് ഓരോ ഗിഫ്റ്റുകൾ തരുന്നത് സൗജന്യമായിട്ട് തന്നു, സൗജന്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ദശാംശത്തെക്കുറിച്ച് ആ പ്രിയ സഹോദരൻ എനിക്ക് അയച്ചു തന്ന കാര്യങ്ങൾ ഞാനത് വാക്യം എല്ലാം എടുത്തു വായിക്കുന്നില്ല, വാക്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യുകയാണ്. എന്നാൽ അതിനകത്ത് വളരെ നമുക്ക് സ്വീകരിക്കാവുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്. പുതിയ നിയമസഭയിൽ ദശാംശം സഭാവിശ്വാസികൾ കൊടുക്കണമോ? പഴയ നിയമത്തിൽ എന്ത് പറയുന്നു? പഴയ നിയമത്തിലെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലേവ്യർക്ക് പിന്തുണ നൽകാൻ സംഖ്യാപുസ്തകം 18:21 യാഗപദ്ധതികൾക്ക് സഹായമായി ആവർത്തനം 14:22 മുതൽ 29 വരെ ലേവ്യരെ ഉൾപ്പെടുത്തി ക്ഷേത്ര സംവിധാനത്തിന് വേണ്ടി മലാഖി 3:8-10 അതായത് ദേവാലയ സംരക്ഷണത്തിന് വേണ്ടി. പുതിയ നിയമത്തിൽ നാം മോശയുടെ നിയമത്തിന് കീഴിലല്ല റോമർ 6:14 ഗലാത്യർ 3:24-25 കൊലോസ്യർ 2:14 ലേവ്യ പൗരോഹിത്യവൃത്തിയും ആലയ സിസ്റ്റവും അവസാനിച്ചു എബ്രായർ 7:12 8:13 10:1 മുതൽ 10 വരെ. അതിനാൽ ദശാംശം കൽപ്പന പുതിയ നിയമ വിശ്വാസികൾക്ക് ബാധകമല്ല. ദശാംശം കൊടുക്കാത്തത് പാപമാണോ? റോമർ 12:1 നമ്മളെ മുഴുവനായിട്ട് കൊടുക്കണം. ദശാംശം മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു യുഗത്തിലല്ല നാം ജീവിക്കുന്നത്, കൃപായുഗത്തിലാണ്.
നമ്മെ ആദ്യം കൊടുക്കണം. അവിടെ തെസ്സലോനിക്ക സഭയിലെ കുറിച്ച് പൗലോസ് പറയുന്നത്, അവർ ആദ്യം തങ്ങളെ തന്നെയും തങ്ങൾക്കുള്ളതിനെയും കൊടുത്തു എന്ന് പറയുന്നത്. നമ്മളെ കൊടുക്കാതെ നമ്മുടെ പണം കർത്താവിന് ആവശ്യമില്ല. ദൈവത്തിന് ആദ്യമേ നമ്മളെ തന്നെയാണ് കൊടുക്കേണ്ടത്, മുഴുവനായിട്ട് കൊടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദശാംശം എന്ന് പറയുന്ന ഒരു കൽപ്പനയുടെ അടിസ്ഥാനത്തിലല്ല അത് പോകുന്നത്. പുതിയ നിയമം ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കുന്നു? കൃപാപൂർണമായ ദാനശീലമാണ്. ദശാംശം കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു സഭയുടെ വളർച്ചയ്ക്കോ പുരോഗമനത്തിനോ വേണ്ടിയിട്ട് ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കണ്ട എന്നുള്ളതല്ല ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത് വിശ്വാസികൾ ദശാംശം കൊടുക്കാത്തതിന്റെ പേരിൽ കൊങ്ങയ്ക്ക് പിടിക്കുന്ന പാസ്റ്റർമാർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ മെസ്സേജ് പോകുന്നത്. കഴിഞ്ഞ ദിവസം കോതമംഗലത്തുനിന്ന് ഒരു സഭയിലെ ഒരു പാസ്റ്റർ ഒരു വീഡിയോ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വിശ്വാസിയുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്നു, അപ്പോൾ നിങ്ങൾ സഹായിക്കണമെന്ന് പബ്ലിക്കിലേക്ക് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആ ദേവദാസനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സഭയിൽ 100ഓളം പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 100ഓളം പേരുണ്ടെങ്കിൽ 200 വെച്ചെടുത്താലും നിങ്ങൾക്ക് ആ സഹോദരന് ഒരു വീട് പണിത് കൊടുക്കാൻ പറ്റുമല്ലോ, എന്തിനാണ് ഇത് പബ്ലിക്കിലേക്കെല്ലാം ഇട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അല്ല, എല്ലാവരും പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞു. ചിലർ പാവപ്പെട്ടവരോട് മാത്രമേ സുവിശേഷം പറയുകയുള്ളൂ, പണക്കാരോടൊന്നും സുവിശേഷം പറയുകയില്ല. സുവിശേഷം എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു ദിവസം പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, ഓക്കെ, ഈ സഹോദരനെ സഹായിക്കാനായിട്ട് ആരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഈ സഹോദരന് ഫോണോ ജിപേയോ ഒന്നുമില്ല, എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലേ, അറിയുന്നില്ലേ? നിങ്ങൾ ഇത്ര ബോധമില്ലാത്ത ഒരാളാണോ? ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിലെ സെക്രട്ടറിയുടെ ഒരു അനുവാദത്തോടുകൂടി സഭയിൽ അല്ലെങ്കിൽ മറ്റൊരു വിശ്വസനായ വിശ്വാസിയുടെ ഒരു അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഈ സഹോദരൻ്റെ അക്കൗണ്ട് നമ്പറും ചേർത്ത് ഈ സഹോദരൻ്റെയും നിങ്ങളുടെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ട് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ഒക്കെ ചിലപ്പോൾ പണം ഒഴുകി വന്നേക്കാം. അങ്ങനെ പണം ഒഴുകി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സഹോദരന് എന്തുമാത്രം പണം കൊടുക്കും? ബാക്കിയുള്ള നിങ്ങളുടെ കീശയിലേക്കല്ലേ പോകുന്നത്? ഇന്ന് നടന്നു വരുന്നത് അങ്ങനെയല്ലേ? സുതാര്യമായിട്ട് വേണ്ട കാര്യങ്ങൾ പോകുവാൻ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ നിങ്ങൾ ഒരു വളരെ തുറന്ന പുസ്തകമായിട്ട് ജീവിക്കേണ്ടത് എന്നല്ല അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് വേണമെങ്കിൽ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം കോതമംഗലത്തുള്ള എനിക്കറിയാവുന്ന വേറെ ഒരു പാസ്റ്റർ വിളിച്ച് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ വിശദമായ ഒരു തട്ടിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുതാണെങ്കിൽ ഈ ചാനൽ വഴി ഒരു വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അനേകര് ദൈവമക്കളെ കഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 6 മുതൽ 7 വാക്യങ്ങൾ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. എൻ്റെ കഷ്ടതയുടെ കഠിന ശോധനയിൽ ഞാൻ കടന്നുപോയപ്പോൾ ഒരു ഭയങ്കര കോടീശ്വരൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേരുള്ളൂ, 10-15 പേരുള്ളൂ. ആ മീറ്റിങ്ങിൽ ഞാനും പോയി. ഞാൻ അവിടെ പങ്കെടുത്ത് ആ മീറ്റിങ്ങിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് അങ്ങനെ കടമുണ്ടായത്, എത്ര കടമുണ്ട് എന്നെല്ലാം വിശദമായ വിവരങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ ദൂരെ നിന്നാണ് അവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ, തറവാട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ എൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ച ആ ഒരു കോടീശ്വരൻ ഒരു 200 രൂപ എടുത്ത് എനിക്ക് തന്നില്ല. എൻ്റെ മനസ്സിലൊരു ഭാരം തോന്നി. കർത്താവെ, തിരിച്ചു പോകാൻ വണ്ടിക്കാശില്ല, ഒരു 200 രൂപ അദ്ദേഹം തന്നിരുന്നെങ്കിൽ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഠിന ഹൃദയം എനിക്ക് ഒരു 200 രൂപ തരുവാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. കാലം കുറച്ച് മുന്നോട്ട് പോയി എൻ്റെ കടബാധകളെല്ലാം തീർന്നു. കെയറിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു TV ചാനലിന് വേണ്ടി വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കട്ടപ്പന ഭാഗത്തേക്ക് പ്രവർത്തനത്തിനായിട്ട് മുൻകൂറായിട്ട് പോയി. അതിനുശേഷം ഇവരെല്ലാം മറ്റേ ഫിലിം പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഡോർമെട്രിയിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ബേസോര, എനിക്ക് ബ്രദറിൻ്റെ ആ കമ്പിളി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അല്പം തണവുള്ള സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെന്താ ബ്രദർ എന്ന് പറഞ്ഞ് എൻ്റെ കമ്പിളി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടായി. പിന്നീട് കെയറിംഗ് ഇന്ത്യയുടെ ആ ദേവദാസനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ബ്രദറിന് സംഭവിച്ചത്? അദ്ദേഹം എന്നോട് കമ്പിളി ചോദിക്കണം, എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന്. അപ്പോൾ ബ്രദർ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സ്വത്തും പണവും എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ വാടക വീട്ടിലാണ് കിടക്കുന്നതെന്ന് അറിയുവാൻ തക്കവനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, പ്രിയ സഹോദരി, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായിട്ട് കൊയ്യും, ധാരാളമായിട്ട് വിതയ്ക്കുന്നവൻ ധാരാളമായിട്ട് കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ നിർബന്ധമോ നിയമമോ ശതമാനമോ ഒന്നുമല്ല. അവിടെ നമ്മുടെ ഹൃദയത്തിലുള്ള സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതാണ്. അത് എല്ലാ രീതിയിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒരു പാവപ്പെട്ട സഹോദരനെ സഹായിക്കാൻ, ഒരു ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ സഹായിക്കാൻ, വിശ്വാസി അവിശ്വാസി എന്ന് നോക്കാതെ ഒരു വഴിയിൽ കിടക്കുന്ന ആളെ എടുത്ത് സഹായിക്കുവാൻ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. വിശ്വാസികൾ വഴിപാട് കൊടുക്കണമോ? 1 കൊരിന്ത്യർ 16:2 ശേഷി അനുസരിച്ച് കൊടുക്കണം. സ്വമേധയ 2 കൊരിന്ത്യർ 8:3-4 ദാനം ചെയ്യുന്നത് മൂലമുള്ള ഗുണങ്ങൾ. ഗലാത്യർ 6:6 വചനം പഠിപ്പിക്കുന്നവന് ഓഹരി കൊടുക്കണം. അപ്പോൾ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവദാസന്മാർക്ക്
നമ്മുടെ നന്മയിൽ നിന്ന് ഓഹരി കൊടുക്കേണ്ടത് ആവശ്യമാണ്. എത്രയോ മണിക്കൂറുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് വചനം പഠിച്ച് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ നാം സന്തോഷത്തോടു കൂടി അവർക്ക് നമ്മുടെ നന്മയുടെ ഓഹരി കൊടുക്കണമെന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പർ 4:15-17 മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കണം. 2 കൊരിന്ത്യർ 9:12 വിശുദ്ധന്മാരുടെ മുട്ടു തീർക്കാൻ നമ്മൾ സഹായിക്കണം. 1 തിമോത്തിയോസ് 5:17-18 സഭയുടെ ആവശ്യങ്ങളെ സന്ധിക്കുവാനായിട്ട്, അതായത് ആവശ്യങ്ങളെ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നന്മയിൽ നിന്ന് ഓഹരി കൊടുക്കണം. ആത്മീയമായിട്ടുള്ള ഫലങ്ങൾ 1 കൊരിന്ത്യർ 3:17 ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവസ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതാണ്. ഒരു സഹോദരൻ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ മുമ്പിൽ ആ ഒരു കോടീശ്വരന്റെ മുമ്പിൽ ദൈവം ഇട്ടുകൊടുത്തപ്പോൾ അത് അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി നീ അനുഭവിക്കടാന്നുള്ള ചിന്തയിൽ ഇരുന്നപ്പോൾ എന്റെ കമ്പിളി കൊണ്ട് ഒരു രാത്രിയെങ്കിലും പുതയ്ക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി തരുന്നു. അഹങ്കാരത്തോടെ ഒന്നും പറയുന്നതല്ല പ്രിയ സഹോദരി സഹോദരന്മാരെ. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ്. അങ്ങനെ ദൈവസ്നേഹം നമ്മൾ സഭയിൽ ഒരു മുട്ടുള്ള സഹോദരനെ സഹായിക്കുമ്പോൾ ദൈവസ്നേഹം വെളിപ്പെട്ടു വരികയും അതൊരു ആത്മീയ വളർച്ചയുടെ ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ആ പ്രിയ സഹോദരൻ ഐവാൻ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു സഹോദരനാണ് എനിക്ക് ഈ വചനങ്ങളെല്ലാം അയച്ചു തന്നത്. അതിനുവേണ്ടി ഒരു സമയമെടുത്ത് ഞാനത് പഠിച്ചതല്ല. ആ സഹോദരൻ എനിക്ക് അയച്ചു തന്ന ആ കുറിപ്പുകളാണ്, വചനങ്ങളാണ്. ഞാൻ ഒത്തുനോക്കി ആ വചനങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മളിത് സംസാരിക്കുമ്പോൾ ഒരു നിയമത്തിന്റെ ബലത്തിലല്ല നാം ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഒരു കൃപയുടെ ഫലമായി കൊടുക്കുകയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നാം തട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ദൈവവേലയ്ക്ക് കൊടുക്കുവാനും പാടില്ല. നാം ജോലി ചെയ്ത് ശരിയായ രീതിയിൽ സമ്പാദിച്ച പണത്തിൽ നിന്ന് വേണം ദൈവത്തെ സഹായിക്കുവാൻ, ദൈവദാസന്മാരെ സഹായിക്കുവാൻ എന്നീ വചനങ്ങൾ അതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്തരും പരമാർത്ഥികളും നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിക്കാൻ തക്കോണം ഞങ്ങൾക്ക് കൃപ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാതെ ഞങ്ങളുടെ മുൻപിൽ നീ കാണിച്ചു തരുന്ന സാധുക്കളെ സഹായിക്കുവാനുള്ള ഒരു മനസ്സൊരുക്കം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാപ്തിക്ക് അപ്പുറവുമായി സ്വമേധാദാനങ്ങളെ കൊടുത്തു എന്ന് അപ്പോസ്തലൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ സഭയ്ക്ക് ഭാരം വരാതിരിക്കുവാൻ തക്കോണം ശുശ്രൂഷകന്മാരെ അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ സഭയ്ക്ക് ഭാരമായി തീരരുതെന്ന് വെച്ച് സ്വന്തം കൈകൊണ്ട് വേറെ ചെയ്ത് അധ്വാനിക്കുക അത്രേ ചെയ്തത്. നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തരേണ്ടതിന് കർത്താവെ അങ്ങനെയൊക്കെ ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം എന്ന് വചനം കേട്ട മക്കളെയൊക്കെ അനുഗ്രഹിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവമറ്റേഷാവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.